ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ അവസാന ആഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരക്കുരിശിൽ ക്രിസ്തു യാഗമായി തീർന്നു. ആ സഹനത്തെയും സ്നേഹത്തെയും മനസ്സിൽ ചേർത്തു പിടിച്ച് ഈ നാളുകളിൽ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പാനും ക്രിസ്തുവിന്റെ പാത പിന്തുടരാനും നമുക്ക് സാധിക്കണം. ദൈവവചനം അടിസ്ഥാനമാക്കി സ്വയം ശോധനയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആഴത്തിൽ തിരിഞ്ഞു നോക്കേണ്ട സമയമാണ് നോമ്പിന്റെ കാലഘട്ടം. ദൈവവചനമാണ് നമ്മളെ അതിന് സഹായിക്കുന്നത്. സമർപ്പണത്തിലൂടെയും വെടിയലിലൂടെയും നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. നോമ്പിന്റെ 45-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തമ്പുരാനും ശിഷ്യരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾക്കുള്ള യേശുവിന്റെ മറുപടിയാണ് വേദഭാഗത്തിലുള്ളത്. ഈ വേദഭാഗവുമായി ചേർന്ന് 3 ചിന്തകളാണ് എനിക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. ആദ്യമായി, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം അടുത്തിരിക്കുന്നു. ആയതിനാൽ കർത്താവിനോട് അടുപ്പീൻ. ഭാവിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് ലഭിക്കുന്നത്. ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടാതെ വർത്തമാനം സന്തോഷപൂർവം ജീവിക്കുക. നമുക്ക് വേണ്ടി യേശു കർത്താവ് അവന്റെ ജീവിതം ബലിയായി അർപ്പിച്ചു. ആ സമർപ്പണം മനസ്സിലാക്കി ഇനിയുള്ള നമ്മുടെ ജീവിതങ്ങൾ അവന് സമർപ്പിക്കുക. അവന്റെ സാക്ഷികളായി ദൈവവചനം മുറുകെ പിടിച്ച് അവനെ സുവിശേഷിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക. രണ്ടാമതായി, പ്രയാസങ്ങളിൽ പതറാതെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരും. സമകാലിക സംഭവ വികാസങ്ങൾ അതിന് ഉദാഹരണമാണ്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ നമ്മളെ തേടി വരും. ബന്ധുമിത്രാദികളും മറ്റു പ്രിയപ്പെട്ടവരും വരെ നമ്മളെ തള്ളിപ്പറയുന്ന സാഹചര്യം സംജാതമാകും. ഇതിനെയെല്ലാം ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നേരിടണം. അങ്ങനെ തരണം ചെയ്തെത്തുന്നവൻ വിജയം കാണും. അവൻ രക്ഷയെന്ന വസ്ത്രം ധരിക്കും. അവസാനമായി, തെറ്റിപ്പാനായി നിൽക്കുന്ന ജനതയെ അറിഞ്ഞുകൊള്ളുവീൻ. നമ്മളെ നേരിന്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന അനവധി പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാകണം. വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് നമ്മളെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ധൈര്യമായി അതിനെ നേരിട്ട് മനുഷ്യപുത്രന്റെ വരവ് കാത്തിരിക്കുന്ന ജനതയായി നമ്മളെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളുമായി ഈ വേദഭാഗത്തെ ചേർത്ത് വായിക്കുമ്പോൾ പല അർത്ഥതലങ്ങൾ നമ്മൾക്ക് സൃഷ്ടിക്കാനാകും. ഭൂതകാലത്തിലും ഭാവി കാലത്തിലും ജീവിക്കാതെ ഇന്ന് എന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക. മറ്റുള്ളവന് ഒരു സാന്ത്വനമായി തണലായി മാറുമ്പോൾ ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹീത പൂർണമാകും. കഷ്ടതകൾ വരുമ്പോൾ ആകുലപ്പെടാതെ പതരാതെ ദൈവവചനം മുറുകെ പിടിച്ചു നിൽക്കണം. വിശ്വസിച്ചാൽ നമ്മൾ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം കാണും. തെറ്റുകളിലേക്ക് വീഴുന്ന നമ്മുടെ നാടിന്റെ അടിത്തറയായ ജനങ്ങളെ രക്ഷിക്കാൻ വചനമെന്ന ആയുധത്തിനെ സാധിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ നാഥ കർത്താവേ, ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഈ നോമ്പിന്റെ നാളുകളിൽ അങ്ങയോട് കൂടുതൽ അടുപ്പാനും സ്വയം ശോധനയിലൂടെ അടിയങ്ങളുടെ ജീവിതങ്ങളെ വിലയിരുത്താനും സഹായിക്കണേ അപ്പച്ച.
അച്ചടക്കത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും സത്യസന്ധതയുടെയും ഈ സമയത്ത് ഞങ്ങളുടെ നിസ്സംഗതയെ മറികടക്കാനുള്ള വഴികൾ ഞങ്ങൾക്ക് കാട്ടിത്തരയണമേ. ആമീൻ.